ചോദിക്ക്. നീ ചോദിച്ച എന്തായാലും അച്ഛൻ സമ്മതിക്കും. ഓ പിന്നെ നിനക്ക് ചോദിച്ചൂടെ? അതല്ലടാ, നീ ഇവിടുത്തെ ചെറിയ കുട്ടിയല്ലേ, അപ്പൊ നീ പറഞ്ഞ അച്ഛൻ എന്തായാലും സമ്മതിക്കും. എന്നാ ശരി. എന്താ നീ ബാക്കി വന്ന് നിക്കണത്? അത് പിന്നെ അച്ഛാ. ആ പറടാ. ഇവൻ എന്താ പറയാത്തെ? നമുക്ക് പാർക്കിൽ പോവാ അച്ഛാ. ഓ ഇതിനാണോ നീ പിന്നിൽ വന്ന് നിന്നത്? ആ എന്നാ പോയി റെഡി ആവും, നമുക്ക് പോവാ. എങ്കി വാ, നമുക്ക് പോയി റെഡി ആവാ. ആ മക്കളെ, പാർക്ക് എത്താറായി, സൂക്ഷിച്ച് കളിച്ചാ മതി. ഇനി നിങ്ങളെങ്ങാനും വീണ നിങ്ങളുടെ അമ്മയുടെ കയ്യിൽ നിന്ന് ചീത്ത കേക്ക് എനിക്കാ. ആ നിങ്ങൾ പോയി കളിച്ചോ. നിങ്ങൾ കളിച്ചോ, ഞാൻ അവിടെ പോയിരിക്കാം. അത് വേണ്ട, കഴിഞ്ഞ പ്രാവശ്യം നീ സ്ലൈഡിൽ നിന്ന് വീണത് ഓർമ്മല്ലേ? ആ നീ കേറിക്കോ, പക്ഷെ വീണ ഇരുന്ന് കരയരുത്. ഞാൻ കരയൊന്നുമില്ല. കണ്ടോ, ഇനി ഞാൻ വീഴൊന്നുമില്ല. ആ എങ്കിൽ നീ കളിച്ചോ. നിന്നോട് ഞാൻ പറഞ്ഞതല്ല ഇതിൽ കയറണ്ടാന്ന്. നീ അച്ഛനെ വിളിക്ക. അയ്യോ നല്ല മുറി കഴിക്കണല്ലോ. അയ്യോ അച്ഛാ, ഇക്രു വീടോ. അയ്യോ മോനെ, എന്താ പറ്റിയത്? അത് പിന്നെ അച്ഛാ, ഞാൻ വീണു. അയ്യോ നല്ല മുറി കഴിക്കണല്ലോ. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ശ്രദ്ധിച്ച് കളിക്കണമെന്ന്. നീക്ക് മോനെ. അച്ഛാ നല്ല വേദനയുണ്ട് മുറി. എങ്കി കളിച്ചത് മതി, ഇനി വേഗം വീട്ടിൽ പോകാം. നീ അങ്ങോട്ട് നടക്ക്. കൊറേ നേരമല്ല അവര് പോയിട്ട്, എന്താ ഇത്രയും നേരമായിട്ട് വരാത്തത്? എവിടെ ഇരുന്ന് ഇത്രയും നേരം? അത് പിന്നെ ഇവർക്കൊന്ന് പാർക്കിൽ പോണെന്ന് പറഞ്ഞപ്പോ അത് വരെ ഒന്ന് പോയി വന്നതാ. നിങ്ങൾക്കൊന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? പറഞ്ഞാ നീ സമ്മതിക്കൂലല്ലോ. ആ അതൊക്കെ പോട്ടെ, ഇവന്റെ കാലിന് എന്താ പറ്റിയത്? അത് ചെറുതായിട്ടൊന്ന് വീണതാ. അയ്യോ വീണോ? എടി മീനാക്ഷി, നിനക്കൊന്ന് ശ്രദ്ധിച്ചൂടെ? അമ്മ, ഞാൻ അവനോട് പറഞ്ഞതാ സ്ലൈഡിൽ കയറണ്ടാന്ന്. അവൻക്ക് അപ്പ കേറണം. ആണോടാ? നിനക്കെന്താ നിന്റെ ചേച്ചി പറഞ്ഞത് കേട്ടൂടെ? എന്നോട് പറയാതെ പോവും ചെയ്തു, ഇനി വീഴും ചെയ്തു. ഇതാണോ നിന്റെ ചെറിയ വീഴ്ച? നീ നല്ലോണം വീണിക്കോളൂ, നല്ല ചോര വരുന്നുണ്ട്. നീ അകത്തോട്ട് വാ, ഞാൻ മരുന്ന് വെച്ച് കെട്ടിത്തരാ. അവനോട് ഞാൻ അപ്പോഴും പറഞ്ഞതാ സ്ലൈഡിൽ കയറണ്ടാന്ന്. ആ എന്തായാലും ഭാഗ്യം, നിങ്ങളുടെ അമ്മയുടെ കയ്യിൽ നിന്ന് ചീത്ത കേട്ടില്ലല്ലോ. ആ അച്ഛാ, എന്തായാലും നാളെ ഇക്രു സ്കൂളിൽ പോവൂലല്ലോ, അപ്പൊ ഞങ്ങള് പോണോ? അതെന്താ, ഇക്രു വന്നാലേ നിങ്ങൾ പോവുള്ളോ? ഇക്രു ഇല്ലാതെ ഞങ്ങൾ എങ്ങനെ അച്ഛാ സ്കൂളിൽ പോവുക? ആ അത്രക്ക് സ്നേഹമൊന്നും വേണ്ട. ഒന്നാമത് ഈ കാര്യത്തിന് തന്നെ നിങ്ങളുടെ അമ്മയുടെ കയ്യിൽ നിന്ന് ചീത്ത കേൾക്കാതെ രക്ഷപ്പെട്ടത് എന്തോ ഭാഗ്യാണ്. ഇനി അതിൻ്റെ കൂടെ സ്കൂളിൽ പോവാത്തതും കൂടി ആയിക്കഴിഞ്ഞാൽ അടി കിട്ടും. തൽക്കാലം നിങ്ങളത് ആലോചിച്ചിരിക്കണ്ട, വേഗം പോയി പഠിച്ചോ, നാളെ ക്ലാസ് ഉള്ളതല്ലേ. എന്നാലും അച്ഛാ പോണോ? നിങ്ങളുടെ അമ്മനെ വിളിക്കണ്ടെങ്കിൽ വേഗം പൊയ്ക്കോ. ഓ ഞങ്ങൾ പോവാണ്. ആ അതന്നെ നല്ലത്.